بسم الله الرحمن الرحيم. قال الإمام السعدي رحمه الله في جوامع الأخبار: الحديث 29 29 حديث. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: حق المسلم على المسلم 6. قيل: وما هن يا رسول الله؟ قال: إذا لقيته فسلم عليه، وإذا دعاك فأجبه، وإذا استنصحك فانصح له، وإذا عطس فحمد الله فشمته، وإذا مرض فعده، وإذا مات فاتبعه. رواه مسلم. طيب. ഇമാം ബുഖാരിയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമാം മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി 6. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന് മേലുള്ള ബാധ്യത അത് 6 ഖീല വമാ ഹുന്ന യാ റസൂലല്ലാഹ്? സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ, അത് എന്തൊക്കെയാണ്? ഖാല ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. അവനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നീ അവനോട് സലാം പറയുക. വഇദാ ദഅാക ഫഅജിബ്ഹു. നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക, അതിന് ഉത്തരം നൽകുക. വഇദാ സ്തൻസഹക ഫൻസഹ് ലഹ്. നിന്നോട് നസീഹത്ത് തേടിയാൽ, ഉപദേശം തേടിയാൽ നീ അവന് ഉപദേശം നൽകുക. വഇദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിദ്ഹു. അവൻ തുമ്മുകയും എന്നിട്ട് അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്താൽ നീ യർഹമുക്കല്ലാഹ് എന്ന് പറയാം. വൈദാ മരിദ. അവൻ രോഗിയായാൽ ഫഉദ്ഹു. അവനെ സന്ദർശിക്കുക. വൈദാ മാത ഫത്തബിഹു. അവൻ മരണപ്പെട്ടാൽ അവന്റെ ജനാസയെ പിന്തുടരുക. ഒരു മുസ്ലിമിന് തന്റെ സഹോദരനോടുള്ള ചില ബാധ്യതകളെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ബാധ്യതകൾ, കടമകൾ എന്ന് പറയുന്നത് തീർച്ചയായും മുസ്ലിമീങ്ങൾക്കിടയിലുള്ള ഉഹൂവത്തിനെ, സാഹോദര്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. അവർക്കിടയിലുള്ള സാഹോദര്യ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിലുള്ള പരസ്പരമുള്ള ബാധ്യതകളും കടമകളും കൊണ്ടാണ് മുസ്ലിം സമുദായത്തിനിടയിലുള്ള ഇണക്കങ്ങൾ നിലനിന്നു പോകുന്നത്. അപ്പൊ അതിലേറ്റവും ഒന്നാമത്തതാണ് ഇദാ ലഖിയഹു ഫസല്ലിം അലൈഹി. ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നീ അവനോട് സലാം പറയുക. അത് വാജിബാണോ, ആ ഹക്ക് വാജിബായിട്ടുള്ളതാണോ അതല്ലേ എന്ന കാര്യത്തിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ലൈസ ബി വാജിബ്. അങ്ങോട്ട് സലാം പറയാ എന്നുള്ളത് വാജിബല്ല, എന്നാൽ സലാം പറഞ്ഞാൽ അത് മടക്കൽ വാജിബാ. അതുപോലെ തന്നെ ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഹക്ക്. വമിൻഹാ അന്നഹു ലാ ഹഖ്ഖ ലിഗൈരിൽ മുസ്ലിം ഫിസ്സലാം അലൈഹി. അപ്പോൾ സലാമിന്റെ കാര്യത്തിൽ, സലാം പറയുന്ന കാര്യത്തിൽ അവൻ മുസ്ലിം അല്ല എങ്കിൽ അവനോട് ഈ ബാധ്യതയില്ല. മുസ്ലിം അല്ലാത്തവനോട് സലാം പറയുക എന്നത് എന്തല്ല, ഒരു മുസ്ലിമിന്റെ മേലെ ഹക്കല്ല, ബാധ്യതയല്ല. അതേപോലെ തന്നെ ഹൽ യജൂസു ലിമുസ്ലിം അൻ യബ്ദ ഗൈറഹു ബിസ്സലാം. മറ്റൊരാളോട്, അതെ മുസ്ലിം അല്ലാത്ത ഒരാളോട്, കാഫിറായിട്ടുള്ള ഒരാളോട് ഒരു മുസ്ലിമിന് സലാം കൊണ്ട് ആരംഭിക്കൽ, സലാം അങ്ങോട്ട് പറയൽ ഏറ്റവും ആദ്യം, അത് ആരംഭിക്കൽ ജായിസാണോ? ലാ യജൂസ്. ലാ യജൂസു ലിമുസ്ലിം അൻ യബ്ദ ഗൈറൽ മുസ്ലിം അൻ യബ്ദ ഗൈറൽ മുസ്ലിം ബിസ്സലാം. മുസ്ലിം അല്ലാത്ത ഒരുവനോട് സലാം കൊണ്ട് ആരംഭിക്കുക, അങ്ങോട്ട് സലാം പറയുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ നബ്ദാഹും ബിഹി ഫഖാല ലാ തബ്ദഉൽ യഹൂദ വൻ-നസാറ ബിസ്സലാം. ലാ തബ്ദഉൽ യഹൂദ വൻ-നസാറ ബിസ്സലാം. യഹൂദികളോടും നസ്രാണികളോടും നിങ്ങൾ സലാം കൊണ്ട് ആരംഭിക്കരുത്.
അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ആദ്യം തന്നെ സലാം പറയരുത്. ഇനി ഒരു കാഫിർ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ, ഒരു കാഫിർ ഒരു മുസ്ലിമിനോട് ഇങ്ങോട്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ വജബ റദ്ദ് അലൈഹി, അവന് മറുപടി പറയൽ അവന്റെ മേലെ വാജിബാണ്. മറുപടി പറയൽ അവന്റെ മേലെ വാജിബാണ്. ലിഖൗലിഹി തആല വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. വഇദാ ഹുയ്യിതും ബിതഹിയ്യ, നിങ്ങളോട് ഒരു അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ ഫഹയ്യു ബിഅഹ്സന മിൻഹാ, അതിനേക്കാളും നല്ല നിലക്ക് തിരിച്ച് അഭിവാദ്യം അർപ്പിക്കുക. ഔ റുദ്ദൂഹ, അല്ലെങ്കിൽ അത് തന്നെ അഭിവാദ്യമായി കൊണ്ട് അർപ്പിക്കുക. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് അതിന് റദ്ദെങ്കിലും ചെയ്യണം, മറുപടി പറയണം. ഏറ്റവും ചുരുങ്ങിയത് എന്താണ്? ആ പറഞ്ഞത് തന്നെ തിരിച്ചു പറയലാണ് ജായിസ് ആയിട്ടുള്ളത്. അതിനേക്കാളും കുറച്ച് പറയാന്നുള്ളത് ലാ യജൂസ്. അതുപോലെ തന്നെ സിയാദ, അതിൽ കൂടുതലായിക്കൊണ്ട് പറയാന്നുള്ളതും അനുവദനീയമല്ല. ഫൈദാ ഖാല അസ്സലാമു അലൈക്കും ഫഖുൽ അലൈക്കുമുസ്സലാം. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ, ഒരു കാഫിർ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം, അതാണ് ഏറ്റവും ചുരുങ്ങിയത്. ഹാദാ ഹുവൽ മിസ്ൽ. നേരെ മറിച്ച് അമ്മാ ഇദാ ഖാല അസ്സാമു അലൈക്കും, അസ്സാമു അലൈക്കും, എന്താണ് അസ്സാം എന്ന് പറഞ്ഞാൽ അൽ മൗത്ത്, നിനക്ക് മരണമുണ്ടാകട്ടെ എന്നാണ് അവൻ പറയുന്നതെങ്കിൽ എന്താണ് പറയേണ്ടത്? വഅലൈക്കും വഅലൈക്കും. വലാ തഖുൽ വഅലൈക്കുമുസ്സാം, നിന്റെ മേലെ മരണമുണ്ടാകട്ടെ എന്ന് പറയരുത്. നേരെ മറിച്ച് വഅലൈക്കും വഅലൈക്കും. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ഫഖൂലു വഅലൈക്കും, ഫഖൂലു വഅലൈക്കും. ويقول النبي صلى الله عليه وسلم إن اليهود إذا سلموا قالوا السلام عليكم فقولوا وعليكم. യഹൂദികൾ നിങ്ങളോട് അസ്സാമു അലൈക്കും, നിങ്ങളുടെ മേൽ മരണമുണ്ടാകട്ടെ എന്ന് അഭിവാദ്യം അർപ്പിച്ചാൽ നിങ്ങൾ തിരിച്ച് വഅലൈക്കും എന്ന് പറയാം. فإذا لقيته فسلم عليه. إذا لقيته فسلم عليه. അവിടെ എന്താണ് അതിന്റെ രൂപം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ അതിന്റെ രൂപം ഇങ്ങനെ പറയാം, സലാമുൻ അലൈക, തൻകീറിന്റെ രൂപത്തിൽ നക്കിറ, സലാമുൻ അലൈക, അല്ലെങ്കിൽ അസ്സലാമു അലൈക, അല്ലെങ്കിൽ സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും. ഇതെല്ലാം അതിന്റെ രൂപങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ അതിൽ തൻകീറാണോ തഅരീഫാണോ അഫ്ദൽ? അതായത് സലാമുൻ അലൈക്കും എന്ന് പറയലാണോ അസ്സലാമു അലൈക്കും എന്ന് പറയലാണോ? ഏതാണ് അഫ്ദൽ? ആ കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഏറ്റവും അദ്ഹറായിട്ടുള്ളത് തഅരീഫ് കൊണ്ട് അഭിവാദ്യം അർപ്പിക്കലാണ്, അസ്സലാമു അലൈക്കും. അതാണ് ഏറ്റവും അഫ്ദൽ. അതേപോലെ തന്നെ സലാമുൻ അലൈക് എന്ന് പറയൽ ജായിസാണ് ബിത്തൻകീർ, നക്കീറുടെ രൂപത്തിൽ സലാമുൻ അലൈക്. لكن أن التعريف أفضل. وهذا هو الذي جاء في القرآن والسلام على من اتبع الهدى. القرآن വന്നിട്ടുള്ളത് തഅരീഫിന്റെ രൂപത്തിലാണ്, വസ്സലാമു അലാ മൻ ഇത്തബഅൽ ഹുദാ, ഹുദയെ പിൻപറ്റിയവരുടെ മേൽ സലാം ഉണ്ടാകട്ടെ. وكان الرسول عليه الصلاة والسلام يقول السلام على من اتبع الهدى.
വഖാല ഫീ സിയാറത്തിൽ ഖുബൂർ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഖബർ അവരോട് സലാം പറയുന്നു. അതേ രൂപത്തിലാണ് താരീഫിന്റെ രൂപത്തിലാണ് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ. طيب إذا لقيته فسلم عليه. ظاهر الحديث أن تبدأ بالسلام ولو كان أكبر منك أو أقل أو أصغر أو أكثر أو أقل. هذا هو الحق. ഏറ്റവും അഫ്ളലായിട്ടുള്ളത് സലാം കൊണ്ട് ആരംഭിക്കലാണ്. അത് സലാം നമ്മൾ പറയുന്നത് ചെറിയ ആളോടാകട്ടെ വലിയ ആളോടാകട്ടെ ഒരു ജമാഅത്തിനോടാകട്ടെ സലാം ആരാണോ ആരംഭിക്കുന്നത് അതാണ് അഫ്ളൽ. ഇല്ലാ ഫൈനൽ അഫ്ളല അൻ യുസല്ലിമ അസ്സഗീർ അലൽ കബീർ. ചെറിയവർ വലിയവർക്ക് സലാം പറയലാണ് അഫ്ളൽ. വൽ ഖലീല അലൽ കസീർ. ചെറിയ സംഘം വലിയ സംഘത്തിന് സലാം പറയലാണ് അഫ്ളൽ. വറാകിബ് അലൽ മാശി. വാഹനത്തിലുള്ളവൻ നടന്നു പോകുന്ന ആൾ സലാം പറയലാണ് അഫ്ളൽ. വൽ മാശി അലൽ ഖായിദ്. നടക്കുന്നവൻ ഇരിക്കുന്നവനോട് സലാം പറയലാണ് അഫ്ളൽ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വഇദാ ദഅാക ഫാജിബ്ഹു. രണ്ടാമത്തെ ഹക്കായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിന്നെ അവൻ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകുക. വഇദാ ദഅാക ഫാജിബ്ഹു. ഇദാ ദഅാക അഖൂകൽ മുസ്ലിം ഫഇന്നക തുജീബു. മുസ്ലിമായ നിന്റെ സഹോദരൻ നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണത്തിന് നീ ഉത്തരം നൽകുക, ആ ക്ഷണം സ്വീകരിക്കുക. അത് വാജിബാണോ അല്ലേ എന്ന കാര്യത്തിൽ ഭൂരിഭാഗം ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത് അലാ അന്നഹു ലൈസ അലാ സബീലിൽ വുജൂബ്. വാജിബിന്റെ രൂപത്തിലല്ല, നേരെ മറിച്ച് ഇല്ലാ ഫീ വലീമത്തിൽ ഉർസ്. വലീമയുടെ വിരുന്ന്, അതായത് വിവാഹത്തിന്റെ ആ സദ്യ, ആ സദ്യക്ക് മാത്രമാണത് വാജിബായിട്ടുള്ളത്. അല്ലാത്ത ക്ഷണങ്ങളൊക്കെ മുസ്തഹബാണ്, അതിനുത്തരം ചെയ്യൽ മുസ്തഹബാണ്. വാജിബായിട്ടുള്ളത് വലീമയുടെ സദ്യയാണ്, അല്ലെങ്കിൽ നിക്കാഹിന്റെ വലീമ, അതിനാണ് വാജിബായിട്ടുള്ളത്. ഭൂരിഭാഗം ഉലമാക്കളും ആ അഭിപ്രായത്തിലാണ്. എന്നാൽ ചില ഉലമാക്കൾ അത് സ്വീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത അഭിപ്രായം ഏത് ക്ഷണമാകട്ടെ, വലീമയുടെ ആകട്ടെ അല്ലെങ്കിൽ വിരുന്നിൻ്റെത് സൽക്കാരത്തിൻ്റെതാകട്ടെ, എല്ലാം വാജിബാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ളാഹിറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന വന്നിട്ടുള്ളത് ഈ രൂപത്തിലാണ്. والأظهر أن الإجابة ليست واجبة إلا في وليمة العرس لأن النبي صلى الله عليه وسلم قال فيها ومن لم يجب فقد عصى الله ورسوله. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീമയുടെ ആ ക്ഷണം സ്വീകരിക്കാത്തവൻ, അതിന് ഉത്തരം നൽകാത്തവൻ തീർച്ചയായും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി വലീമ അല്ലെങ്കിൽ വിവാഹത്തിന്റെ വലീമ, ആ വലീമയിൽ പങ്കെടുക്കാതിരിക്കാൻ ഉള്ള ചില കാരണങ്ങളുണ്ട്. അല്ല, ഒന്നാമത്തത്, നീ ക്ഷണിക്കപ്പെട്ട വലീമ അത് ഹറാമായിട്ടുള്ള വലീമയായിരിക്കും. അപ്പൊ ക്ഷണിക്കുന്നവൻ ജനങ്ങളെ സമ്പത്ത് അന്യായമായി കൊണ്ട് കൈക്കലാക്കുന്ന ആൾ, അതേപോലെ തന്നെ കൊള്ളയടിക്കുന്ന വ്യക്തി ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് ആ വലീമ സംഘടിപ്പിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ വലീമയിൽ പങ്കെടുക്കൽ നിന്റെ മേലെ ഹറാമാണ്. രണ്ടാമത്, ആ ക്ഷണിക്കപ്പെടുന്ന സദസ്സിൽ തിന്മകളില്ലാതിരിക്കുക. അങ്ങനെ തിന്മകൾ ഉണ്ട് എന്ന് നിനക്കറിയാമെങ്കിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ആ തിന്മ നിനക്ക് ഇസാലത്ത് ചെയ്യാൻ കഴിയും, ഇല്ലാതാക്കാൻ കഴിയും, നീക്കം ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ
രണ്ട് കാര്യങ്ങളെ കൊണ്ട് അവിടെ പങ്കെടുക്കൽ നിന്റെ മേലെ വാജിബായി തീരും. ഒന്ന്, ആ ക്ഷണത്തിന് ഉത്തരം നൽകുക എന്നുള്ള വാജിബ്. രണ്ടാമത്തത് ഇസാലത്തുൽ മുൻകർ, ആ തിന്മയെ നീക്കം ചെയ്യുക എന്ന വാജിബ്. ഇനി ആ തിന്മയെ നിനക്ക് നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണെങ്കിൽ ആ വലീമയിൽ പങ്കെടുക്കൽ നിന്റെ മേലെ ഹറാമാണ്. لأنك لو أجبت إلى دعوة فيها منكر لا تستطيع إزالته وجلست معهم كنت شريكه في الإثم. നീ അവിടെ നിനക്ക് ആ തിന്മ നീക്കം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന അവസ്ഥയിൽ നീ ആ വലീമയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ തിന്മയിൽ നീ സഹകരിക്കുന്നവനെ പോലെയാകും, അതിൽ പങ്കാളിയായ ആളെ പോലെയായി തീരും. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم. إنكم إذا مثلهم. അല്ലാഹുവിന്റെ ആയത്തുകള് നിഷേധിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്ന നീ കേട്ടുകഴിഞ്ഞാൽ ഫലാ തഖഉദു മഅഹും, നീ അവരുടെ കൂടെ ഇരിക്കരുത്. ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി. ഫവഇദാ ദഅാക ഫഅജിബ്ഹു, നിന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണത്തിന് നീ ഉത്തരം നൽകുക. ളാഹിറുൽ ഹദീസ് അന്നഹു ലാ ഫർഖ ബൈന അൻ യകൂന അദ്ദാഇ കബീറൻ ഔ സഗീറൻ. ആ ദാഇ ക്ഷണിക്കുന്നവൻ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ, വലിയവനാണെങ്കിൽ വാജിബാണെങ്കിൽ ചെറിയവനാണെങ്കിൽ വാജിബല്ല എന്ന് വ്യത്യാസമില്ല. ലാ ഫർഖ ബൈനഹുമാ. طيب വഇദാ ദഅാക ബിസ്മി അബീഹി, ഇനി ഒരാൾ ക്ഷണിക്കുകയാണ്, ഒരാളെ ഉപ്പയുടെ പേരിലാണ് ക്ഷണിക്കുന്നത്, അത് ഉപ്പക്ക് വേണ്ടി മകനാണ് നിന്നെ ക്ഷണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ മേലെ ആ ദഅവത്തിന്, ആ ക്ഷണത്തിന് ഉത്തരം നൽകൽ വാജിബാണോ? അതെ. കാരണം ലിഅന്നഹു നായിബു അൻ അബീഹി, അയാളെന്താണ്, ആ വ്യക്തി, ആ മകൻ വാപ്പയുടെ നായിബാണ്, പകരക്കാരനാണ്. അപ്പൊ അവിടെ ആ ദഅവത്തിന് ഉത്തരം നൽകൽ എന്താണ്, വാജിബാണ്. മൂന്നാമതായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഇദസ്തൻസഹക ഫൻസഹ ലഹു, നിന്നോട് നസീഹത്ത് തേടിയാൽ, നസീഹത്ത് ചോദിച്ചാൽ അവന് നസീഹത്ത് നൽകുക, ഉപദേശം നൽകുക. ഇദസ്തൻസഹക ഫി അംറിൻ ഫൻസഹ ലഹു, ഒരു കാര്യത്തിൽ നിന്നോട് നസീഹത്ത് തേടിയാൽ അതിന് അവനെന്ത് ചെയ്യാൻ, നസീഹത്ത് നൽകുക. അടുത്തത് വഇദാ അതസ ഫഹമിദല്ലാഹ ഫശമ്മിദ്ഹു, അവൻ തുമ്മുകയും അല്ലാഹുവിനെ സ്തുതിക്കുകയും അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്താൽ യർഹമുക്കല്ലാഹ് എന്ന് പറയുക. ومفهوم الحديث من فوائده أنه إذا لم يحمد الله فلا تشمده, അവൻ തുമ്മുകയും എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തില്ല, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞില്ല എങ്കിൽ എന്ത് പറയാൻ പാടില്ല, യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പാടില്ല. തയ്യിബ്. ഇപ്പൊ തശ്മീത്ത് എന്ന് പറയുന്നത് എന്താണ്, യർഹമുക്കല്ലാഹ് എന്ന് പറയാണ്. ഇതുവരെ ഇലാ സലാസ് മറാത്ത്, 3 തവണ വരെ അൽഹംദുലില്ലാഹ് തുമ്മി, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം വരെ പറയാം. ഇനി 3-ൽ കൂടുതലായി കഴിഞ്ഞാൽ 4-മത്തെ തുമ്മലിൽ അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നീ പറയേണ്ടത് ആഫാക്കല്ലാഹ്, ആഫാക്കല്ലാഹ്, അല്ലാഹു തആല നിനക്ക് ആഫിയത്ത് നൽകട്ടെ. ഇനി തശ്മീത്ത് ചെയ്യൽ, അൽഹംദുലില്ലാഹ് എന്ന് അവൻ പറഞ്ഞു, തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, യർഹമുക്കല്ലാഹ് എന്ന് പറയൽ അത് വാജിബ് കിഫായി ആണോ അല്ലെങ്കിൽ വാജിബ് ഐനിയാണോ? ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അത് വാജിബുൻ ഐനിയാണ്. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ട് ഇദാ അതസൽ മുസ്ലിം ഔ ഖാലൽ മുഅ്മിൻ അൽഹംദുലില്ലാഹ് കാന ഹഖ്ഖൻ അലാ കുല്ലി മുസ്ലിമിൻ
أو على كل من سمعه أن يقول يرحمك الله. كان حقا على كل من سمعه. കേൾക്കുന്ന എല്ലാ ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ് യർഹമുക്കല്ലാ എന്ന് പറയാം. തുമ്മിയൊരുവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അത് കേൾക്കുന്ന എല്ലാ ഓരോരുത്തരുടെ മേലും ബാധ്യതയാണെന്ന് യർഹമുക്കല്ലാ എന്ന് പറയാം. അപ്പൊ അത് വാജിബ് ഐനിയാണ്. കാന ഹഖൻ അലാ കുല്ലി മൻ സമിഅ. ഖാല വഇദാ മരിദ ഫഉദ്ഹു. അവൻ രോഗിയായി കഴിഞ്ഞാൽ അവനെ സന്ദർശിക്കുക. അപ്പൊ ഭൂരിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം അത് സുന്നത്താണ്, രോഗിയെ സന്ദർശിക്കൽ. അക്സർ ഉലമാ അലാ അന്നഹു സുന്നഹ് ലിജമീഇൻ നാസ് വസ്സവാബ് അന്നഹു വാജിബുൻ കിഫായി. വാജിബ് കിഫായി ആണ്. അപ്പൊ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും രോഗിയായ ഒരു മുസ്ലിമിനെ സന്ദർശിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അതായത് രോഗിയായിക്കൊണ്ട് വീട്ടിൽ കിടക്കുന്ന ഒരുവൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ രോഗിയായി കിടക്കുന്ന ഒരുവനെ സന്ദർശിക്കുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിൽ ഒരാളുടെ മേലെങ്കിലും അത് ബാധ്യതയാണ്. ഫാജിബുൻ കിഫായി. ومن فوائده أنه إذا مرض مرضا لا يقعد فإن إعادته ليس حقا علينا. ഒരുവൻ രോഗിയാണ്, പക്ഷേ അവന്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളല്ല, രോഗിയായിട്ടുള്ള അവസ്ഥയിൽ പുറത്തിറങ്ങുന്ന ആളാണ്. അങ്ങനത്തെ അവസ്ഥയിൽ അവനെ സന്ദർശിക്കുക എന്നുള്ളത് എന്തല്ല, ഹക്കല്ല. സന്ദർശിക്കുക എന്നുള്ളത് ബാധ്യതയല്ല. നേരെ മറിച്ച് ആ ബാധ്യതയുള്ളത് വീട്ടിൽ തന്നെ ഒരു തടവുകാരനെ പോലെ ആയിട്ടുള്ള ഒരുവൻ, അവന്റെ കാര്യത്തിലാണ് അത് ഹക്കായിട്ടുള്ളത്. വഅമ്മാ മൻ കാന യംശി മഅൻ നാസ് വയദ്ഹബ് വയജി. നേരെ മറിച്ച് ജനങ്ങളെ കൂടെ പുറത്തിറങ്ങി നടക്കുന്നു, അതുപോലെ അങ്ങോട്ട് പോകുന്നു വരുന്നു, അങ്ങനെ ആളെ ഒരു രോഗിയാണെങ്കിൽ പോലും അയാളെ സന്ദർശിക്കണം എന്നല്ല ഈ പറഞ്ഞ ഹക്കിൽ പെട്ടതല്ല. അവസാനത്തത് വഇദാ മാത ഫത്തബിഉഹു. അവൻ മരണപ്പെട്ടാൽ അവന്റെ ജനാസയെ പിന്തുടരുക. അത് ഫർദ് കിഫായാണ്. സമൂഹത്തിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും അതിൽ നിറവേറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ആ തെറ്റിൽ നിന്ന്, കുറ്റത്തിൽ നിന്ന് മുക്തരാകും. അതുപോലെ തന്നെ ജനാസയെ പിന്തുടരുന്നതിന് അതിന്റെ ഫദലിനെ സംബന്ധിച്ച്, അതിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ചും അതിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖാല ഇൻ ഷഹിദഹ ഹത്താ യുസല്ലി അലൈഹ ഫലഹു ഖീറാത്ത്. അതിന് സാക്ഷിയാകുകയും നമസ്കരിക്കുന്നത് വരെ, ജനാസ നമസ്കരിക്കുന്നത് വരെ അതിന് സാക്ഷിയായി കഴിഞ്ഞാൽ അവന് ഒരു ഖിറാത്താണ്. വൈൻ ഷഹിദഹ ഹത്താ തുദ്ഫൻ. അവന് ഖബറടക്കുന്നത് വരെ അതിന് സാക്ഷിയായി കഴിഞ്ഞാൽ ഫലഹു ഖിറാത്താൻ. അവന് 2 ഖിറാത്തുകളാണ്. ഖീല വമൽ ഖിറാത്താൻ യാ റസൂലല്ലാഹ്. എന്താണ് 2 ഖിറാത്തുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു. ഖാല മിത്ലുൽ ജബലൈനിൽ അദീമൈൻ. 2 ഉന്നതമായ പർവ്വതങ്ങളെ പോലെയുള്ള പ്രതിഫലമാണവൻ. അസ്ഗറുഹാ മിസ്ലു ഉഹുദ്. അതിലേറ്റവും ചെറിയ പർവ്വതം ഉഹുദ് പർവ്വതം പോലെയാണ്. വഇദാ മാത ഫത്തബിഉഹു. طيب إلهنا سبحانك بيدك أشهد أن لا إله إلا أنت أستغفرك.